ഡോക്ടർ വന്ദന ദാസ് കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ ഭാവിയിൽ സമാന സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മേൽനടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉറപ്പ്. വന്ദന ദാസിന്റെ കൊലപാതകത്തിൽ CBI അന്വേഷണം വേണമെന്ന മോൻസ് ജോസഫ് MLAയുടെ ശ്രദ്ധ ക്ഷണിക്കലിനാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. വന്ദനയുടെ കൊലപാതകത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം സംബന്ധിച്ച കേസ് CBI അന്വേഷണത്തിന് വിടേണ്ടതിന്റെ ആവശ്യകതയിലേക്കായിരുന്നു മോൻസ് ജോസഫ് MLA മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിച്ചത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി 90 ദിവസത്തിനുള്ളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചെയ്യേണ്ട നടപടികൾ ഒരു കാലതാമസവുമില്ലാതെ ചെയ്തു. ഡോക്ടർ വന്ദനാദാസിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചതിൽ ദുരൂഹതയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഡോക്ടർ വന്ദനദാസ് പഠിച്ചിരുന്ന മെഡിക്കൽ കോളേജ് മേധാവി അടക്കമുള്ള ഡോക്ടർമാരുടെയും സഹപാഠികളുടെയും അഭിപ്രായപ്രകാരമാണ് കാർഡിയോ തൊറാസിക് സർജൻ്റെ സേവനം ഉൾപ്പെടെ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിന് ഡോക്ടർ വന്ദനദാസിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എത്രയും വേഗം ചികിത്സ നൽകാനുള്ള ഇടപെടലാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായത്. അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതിനാലും മറ്റ് പ്രത്യേക കാരണങ്ങൾ കണ്ടെത്താൻ കഴിയാഞ്ഞതിനാലും CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി നിരസിച്ചിട്ടുണ്ട്. സമാന സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി 21/9/2023 സർക്കാർ സമഗ്രമായ മെഡിക്കോ ലീഗോ പ്രോട്ടോകോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് ഇടപെടലിൽ വീഴ്ചയില്ലെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു. ജനം, തിരുവനന്തപുരം.